ക്യാൻസർ ബാധിതയായി ചികിത്സയിൽ കഴിയുന്ന സോഷ്യൽ മീഡിയ താരം രേണു സുധിയും സുധിയുടെ മകൻ കിച്ചുവും തമ്മിലുള്ള തർക്കം പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിലെ പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ഉള്ളടക്കങ്ങളെ ചൊല്ലി കിച്ചു ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി രോഗക്കിടക്കയിൽ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് രേണു രംഗത്തെത്തിയിരിക്കുന്നത്. രേണുവിന്റെ സബ്സ്ക്രിപ്ഷൻ വീഡിയോകളുടെ ഉള്ളടക്കം മോശമാണെന്നും അത് അനുജന്റെ ഭാവിയെ ബാധിക്കുമെന്ന് കരുതിയാണ് താൻ അമ്മയിൽ നിന്ന് അകന്നതെന്നുമുള്ള കിച്ചുവിന്റെ വെളിപ്പെടുത്തലിന് ശക്തമായിട്ടുള്ള മറുപടിയാണ് രേണു നൽകിയിരിക്കുന്നത്. രേണുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സബ്സ്ക്രിപ്ഷൻ തുടങ്ങുന്നതിന് മുൻപ് കിച്ചുവിനെ അറിയിച്ചിരുന്നുവെന്നും അവൻ സമ്മതിച്ചതുകൊണ്ടാണ് സബ്സ്ക്രിപ്ഷനുമായി മുന്നോട്ട് പോയതെന്നും രേണു പറയുന്നു. ഇങ്ങനൊരു വീഡിയോ ഇടരുതെന്ന് കരുതിയതാണ്. ഞാൻ വയ്യാതെ കിടക്കുകയായിരുന്നു. വീട്ടുകാർ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെടുത്തിയത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഒരു മാസമായി ക്യാൻസർ ബാധിച്ചു ഞാൻ കിടപ്പിലാണ്. അടുത്തിടെ ICUവിലൊക്കെ ആയിരുന്നു. ഒരു മാസമായി സബ്സ്ക്രിപ്ഷനിൽ ഞാൻ വീഡിയോ ചെയ്യുന്നുമില്ല. എന്നെ കുറ്റപ്പെടുത്തിയവർ പോലും ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണിത്. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതുകൊണ്ടാണ് അമ്മയെ വെറുത്തത് എന്നാണ് കിച്ചു തൻ്റെ പുതിയ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. സുധിച്ചേട്ടൻ മരിച്ച ശേഷം എൻ്റെ ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യും മുമ്പ് ഞാൻ കിച്ചുവിനെ അറിയിക്കാറുണ്ട്. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്ന് അവനോട് പറഞ്ഞപ്പോൾ ഗുഡ് എന്നാണ് കിച്ചു പറഞ്ഞത്. തുടങ്ങിയ അന്നേ ദിവസം തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളിത് ചെയ്യരുത് എന്ന് അവൻ എന്നോട് പറഞ്ഞിട്ടില്ല. പകരം ഗുഡ് എന്നാണ് പറഞ്ഞത്. അവൻ അന്ന് എന്നെ വിലക്കിയിരുന്നെങ്കിൽ ഞാൻ സബ്സ്ക്രിപ്ഷൻ ആരംഭിക്കില്ലായിരുന്നു. വൈറലായ നാക്കിൻ്റെ വീഡിയോ വന്നപ്പോഴാണ് പിന്നീട് സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം കിച്ചു എന്നോട് സംസാരിച്ചത്. അത്രയും കാലം ഈ വിഷയം സംസാരിച്ചിട്ടില്ലായിരുന്നു. അന്ന് കിച്ചുവിൻ്റെ മെസ്സേജ് വന്നപ്പോൾ ഞാൻ മറുപടിയായി പറഞ്ഞത്, കിച്ചു, എത്രയോ പേർ ഓരോന്ന് ചെയ്യുന്നു, അവർക്കൊന്നുമില്ലാത്ത പ്രശ്നമാണോ എനിക്ക് 2-2.5 ലക്ഷം രൂപ കിട്ടുന്നുണ്ടല്ലോ എന്നായിരുന്നു ആ ചാറ്റ് പുറത്തുവിടേണ്ട കാര്യം കിച്ചുവിനുണ്ടായിരുന്നു. ഞാൻ ക്യാൻസർ രോഗിയാണ് കിച്ചു, ഇനിയെങ്കിലും ഈ അമ്മയെ വെറുതെ വിടൂ. നീ എന്നെ നോക്കണ്ട, ഗുണം ചെയ്യേണ്ട നീ എന്നെ അമ്മയെന്നും വിളിക്കണ്ട, എന്നെ ദ്രോഹിക്കാതിരുന്നോടെ. ക്യാൻസർ വന്ന് ഞാൻ മരിച്ചാൽ പോലും നീ എനിക്കൊന്നും ചെയ്യണ്ട, എന്നെ കാണാൻ പോലും വരണ്ട. ഋതപ്പനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിച്ചത് നിന്നെയാണ്. സബ്സ്ക്രിപ്ഷനിൽ നിന്നും കിട്ടിയ പൈസ വരെ നിനക്ക് ഞാൻ തന്നു. ഞാൻ ആൽബങ്ങൾ ചെയ്ത് ഗൾഫിൽ പോയി സമ്പാദിച്ചതിൽ നിന്നും ഒരു ഓഹരി നിനക്ക് ഞാൻ തന്നിട്ടുണ്ട്. പെറ്റ് തള്ള ഇട്ടിട്ട് പോയപ്പോൾ മുതലുള്ള കഥകൾ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചെറുപ്പത്തിൽ കൊല്ലത്തെ വീട്ടിൽ വെച്ച് അനുഭവിച്ച കഥകളും നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതൊന്നും പുറത്തുവിടുന്നില്ല. എനിക്കെൻ്റെ ഋതപ്പന് വേണ്ടി ജീവിക്കണം. എന്നെ വെറുതെ വിടൂ. അതുപോലെ നമുക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന പല കാര്യങ്ങളുമുണ്ട്. ഭാവിയെ വരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അത് എന്നെക്കൊണ്ട് നീ പറയിപ്പിക്കരുത്. ഞാൻ സബ്സ്ക്രിപ്ഷനല്ലേ തുടങ്ങിയുള്ളൂ, നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ലല്ലോ. കിച്ചു സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമല്ലേ ആയിട്ടുള്ളൂ. ഇതിന് മുൻപൊരു കിച്ചുവുണ്ട്. ചിങ്ങവനം, കൊല്ലാട്, തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ അന്വേഷിച്ചാൽ കിച്ചുവിനെ പറ്റി നന്നായിട്ടറിയാം. ഞാൻ നിയമവിരുദ്ധമായി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. കിച്ചു ചെയ്ത ഓരോ കാര്യത്തിൻ്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ അവന് വേണ്ടി കയറിയത് ഞാനാണ്. ആരുടെയും വിഷമം തീർക്കാൻ കിച്ചു എന്നെ കാണാൻ വരണ്ട. ഞാൻ ചത്താൽ എൻ്റെ ശവം പോലും കാണാൻ വരരുതെന്നും റീത്ത് വെക്കരുതെന്നും രേണു ശക്തമായി തന്നെ ഇപ്പോൾ തൻ്റെ പുതിയ വീഡിയോയിൽ കിച്ചുവിനോട് പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്.